കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിലെ DTPCയുടെ വിനോദസഞ്ചാര ബോട്ട് സർവീസുകൾ നിലച്ചു. കന്നേറ്റി ബോട്ട് ജെട്ടി കേന്ദ്രീകരിച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് DTPC ബോട്ട് സർവീസുകൾ തുടങ്ങിയത്. ആദ്യം ഒരു പുരവഞ്ചിയും ചെറുതും വലുതുമായ സ്പീഡ് ബോട്ടുകളുമാണ് ഇവിടെ നിന്നും സർവീസ് നടത്തിയിരുന്നത്. ബോട്ടു ജെട്ടിയിൽ നിന്നാരംഭിച്ച് കന്നേറ്റിക്കായലും വട്ടക്കായലും TS കനാലും ചുറ്റിയായിരുന്നു ബോട്ട് യാത്ര. വിശാലമായ വിസ്തൃതിയിൽ പരന്നൊഴുകുന്ന കന്നേറ്റിക്കായലിലൂടെയും TS കനാലിലൂടെയുമുള്ള യാത്രകൾക്കായി ഒട്ടേറെ പേരാണ് എത്തിയിരുന്നത്. മണിക്കൂർ നിരക്കിലായിരുന്നു ചാർജുകൾ. ആവശ്യമുള്ളവർക്ക് ഭക്ഷണവും ഒരുക്കിയിരുന്നു. ആളുകൾ ഒഴിവു ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പവും ബോട്ട് യാത്ര നടത്തിയിരുന്നു. മാതാ അമൃതാനന്ദമയി മഠം TS കനാലിന്റെ തീരത്താണ്. ഇവിടെ എത്തുന്ന വിദേശികളും ബോട്ട് യാത്രയ്ക്ക് എത്തിയിരുന്നു. കന്നേറ്റിയിൽ നിന്നും യാത്ര ആരംഭിച്ച് അഴീക്കൽ ബീച്ചും കായംകുളം മത്സ്യബന്ധന തുറമുഖവും വലിയഴീക്കൽ പാലവും കണ്ടു മടങ്ങുന്നവരും ധാരാളമായിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ ബോട്ട് സർവീസുകൾ ഒന്നൊന്നായി കുറഞ്ഞു. അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി പുരവഞ്ചികൾ ഉൾപ്പെടെ പിൻവലിച്ചു. പകരം ബോട്ടുകൾ എത്താതായി. പേരിനു മാത്രം ഒരു സ്പീഡ് ബോട്ട് ഇവിടെ സർവീസ് നടത്തിയിരുന്നു. പള്ളിക്കലാറിൽ വിവിധ ഇനം പായലുകൾ വ്യാപകമായതോടെ ബോട്ട് യാത്ര ദുഷ്കരമായി. അടിത്തട്ട് വരെ വ്യാപിച്ചു കിടക്കുന്ന പായലുകൾക്കിടയിലൂടെയുള്ള യാത്ര അപകട സാധ്യത വർദ്ധിപ്പിച്ചു. ഒപ്പം ഇഴഞ്ഞു നീങ്ങുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണൽത്തിട്ട രൂപപ്പെട്ടതും സഞ്ചാരത്തിന് തടസ്സമായി. ഇതോടെ സ്പീഡ് ബോട്ടുകളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചു. സർവീസ് ബോട്ടുകളും ഇല്ലാതായി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.